കുറവ് മാറ്റാൻ വേണ്ടി തന്നെ അവരിത് ഈ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. തന്നെ വണ്ടി പവർ മോഡിൽ ഇടുമ്പോഴത്തേക്കും ആ ഒരു ഫുള്ളായിട്ട് ഇത് മാറും. കണ്ടോ? ദിസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സോ നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു 125cc സെഗ്മെൻറ്റിൽ ഒരു അടിപൊളി വണ്ടിയാണ്. വണ്ടി വേറെ ഒന്നല്ലാതെ നമ്മുടെ TVS റൈഡർ 125. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള റിവ്യൂ വീഡിയോ ആയിരിക്കും. ഏകദേശം 200-250 കിലോമീറ്ററോളം ഞാൻ ഒഴുകി വണ്ടി. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. ഇതാണ് നമ്മുടെ TVS റൈഡർ 125. ഇതിൽ ഫുൾ LED ഹെഡ് ലാംപ്സാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഒരു ആവറേജ് ലൈറ്റ് എന്ന് തന്നെ നമുക്ക് വേണം പറയാം. ആ ഒരു ഇൻഡിക്കേറ്റേഴ്സും കൂടാണ്ട് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് ആൻഡ് വിത്ത് സിങ്ക്രണൈസ് ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് ബാക്ക് ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോഴത്തേക്കും കണ്ടോട്ടാ ഫ്രണ്ട് ബ്രേക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഫ്രണ്ട് ബ്രേക്കും കുറച്ച് അപ്ലൈ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു അടിപൊളി എന്ന് വെച്ചാൽ ഇതിൻ്റെ എഞ്ചിനാണ് ഒരു 124.8cc സിംഗിൾ സിലിണ്ടർ 3 വാൽവ് എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ എയർ ഓയിൽ കൂൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സൈഡിൽ ഫിൻസ് കണ്ടോ, അതായത് ഈ ക്ലച്ച് കേസിങ്ങിൻ്റെ അവിടെയും ഒരു ഫിൻസ് കൊടുക്കുന്നുണ്ട്, ഇവിടെയും ഒരു എയർ പാസേജിൻ്റെ ഒരു സെറ്റപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം ബെറ്റർ കൂളിംഗ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ പ്രൊഡ്യൂസർ പവർ എന്ന് വെച്ചാൽ 11.3 bhp ആൻഡ് 11.2 Nm ഓഫ് ടോർക്കാണ്. അപ്പോൾ ഈ പവർ ആൻഡ് എക്കോ മോഡിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ആ ടോർക്കിലും പവറിലും ചെറിയൊരു വ്യത്യാസം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പവർ മോഡിൽ ഫുൾ പവർ കിട്ടും, നമ്മുടെ നോർമൽ എക്കോ മോഡിൽ കുറച്ച് പവർ ടോർക്ക് ചെറിയ രീതിയിലൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്യേണ്ടാവും കേട്ടോ. സോ ഇതാണ് നമ്മുടെ ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ നമുക്കൊരു ബോക്സ് ടൈപ്പ് സ്വിങ്ങാമാണ് വിത്ത് ഡ്രം ബ്രേക്സ് ആണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ റിയർ സീറ്റ് തുറക്കാനുള്ള ഒരു കീ ഹോൾ അവർ കൊടുത്തേക്കുന്നത്. ഇപ്പുറത്ത് ചെറിയൊരു സാരി കാർഡ് ഉണ്ട്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ലോഗോയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ബൈക്ക്. ഇതാണ് സ്പ്ലിറ്റ് സീറ്റ് വേരിയൻ്റ് ആണത്. ഇതിന് സിംഗിൾ സീറ്റ് വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഈ സീറ്റിൻ്റെ അടിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, അത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനൊരു സ്റ്റോറേജ് സ്പേസ് അവരിവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ എന്താ നമ്മളൊരു ഫോൺ വെക്കുവാണ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ പേപ്പേഴ്സൊക്കെ വെക്കണം. അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഗിയറിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ് വിത്ത് നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിമേ കയറിയിരിക്കുമ്പോൾ മനസ്സിൽ വരാൻ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ആയിരിക്കും 123 kg ആണ്. ഭയങ്കര ലൈറ്റ് വെച്ച് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെച്ചാണ് വണ്ടി. അത് കൂടാണ്ട് നമുക്ക് സീറ്റ് ആയിട്ട് 780 ആണ്. എനിക്കിതേ ഫ്ലാറ്റ് ഫുട്ട് മാത്രമല്ല എൻ്റെ മുട്ട് മടങ്ങിയിരിക്കണം. അപ്പോൾ നല്ല ഹൈറ്റ് കുറഞ്ഞവർക്കും പ്രത്യേകിച്ച് നമുക്ക് ലേഡി റൈഡേഴ്സിനും ഭയങ്കര യൂസ് ആയിരിക്കും ഈ ഒരു വണ്ടി എടുക്കാൻ പോയാൽ. ഇതിൻ്റെ ആ ഒരു വെയിറ്റ് ഇതിൻ്റെ കുറവ് കാരണം ഭയങ്കര ഈസി ടു ഹാൻഡിൽ ആയിരിക്കും. ഇതാണ് നമ്മുടെ കൺസോൾ. വെയിലത്ത് നിന്ന് കുറച്ച് മാറ്റി വെക്കാം. പക്ഷേ വെയിലത്തായാലും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് 5-inch TFT ഡിസ്പ്ലേ. ഇതിൽ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എക്കോ മോഡിൽ പവർ മോഡിൽ ഇടുമ്പോഴത്തേക്കും ആ ഒരു ഫുള്ളായിട്ട് ഇത് മാറും. കണ്ടോ, ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ഡിവൈസ് കണക്ട് ചെയ്താൽ നമുക്ക് അതുവഴി നമുക്ക് വോയിസ് നാവിഗേഷനും നമുക്ക് വോയിസ് അസിസ്റ്റൻസ്, നമുക്ക് മെസ്സേജ് നോട്ടിഫിക്കേഷൻ, കോൾ നോട്ടിഫിക്കേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് എക്സോസ്റ്റിനോട്ടൊന്നും കേട്ടല്ലോ, സൈലൻറ്റ് സ്റ്റാർട്ട് ഫീച്ചർ ഉണ്ട് കേട്ടോ. യെസ്, ഫസ്റ്റ് നമുക്ക് റൈഡിങ് പൊസിഷൻ തന്നെ തുടങ്ങാം. റൈഡിങ് പൊസിഷൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് സ്പ്ലിറ്റ് സീറ്റും ഉണ്ട്, സിംഗിൾ സീറ്റ് വേരിയൻറ്റും ഉണ്ട് ഇതിന്. അതും ഹാൻഡിൽ ബാർസൊക്കെ അത്യാവശ്യം നല്ല അപ്രൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. നമുക്ക് ചെറിയ ലീനിൽ നമ്മൾ നല്ല സ്ട്രെയിറ്റ് അപ്രൈറ്റ് ആയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. 123 kg ആണ് വണ്ടിയുടെ വെയിറ്റ് കേട്ടോ. അതൊരു 125cc ആകുമ്പോഴത്തേക്കും വെയിറ്റും കുറവായിരിക്കും. പക്ഷേ അതേപോലെ വെരി ലൈറ്റ് വെയ്റ്റ്, നിമ്പിൾ, സസ്പെൻഷനൊക്കെ നല്ല രീതിയിൽ നമുക്ക് സിറ്റിക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കിയേക്കുന്ന ബൈക്കാണ്. ഡെയിലി കമ്മ്യൂട്ടർ ബൈക്ക് വിത്ത് ലോഡഡ് ഫീച്ചേഴ്സ്. കാര്യം 5-inch TFT ഡിസ്പ്ലേ ഉണ്ടാവും. ഞാനൊക്കെ ഇത്രയും വലിയ ഡിസ്പ്ലേ കാണാൻ നമ്മുടെ 390-ലൊക്കെയാണ് ഈ ഇത്രയും വലിയൊരു TFT ഡിസ്പ്ലേ കാണുക. അതും കളർ TFT ഡിസ്പ്ലേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫുൾ ഇൻഫർമേഷൻസും കാര്യങ്ങളും, നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, വോയിസ് കമാൻഡ് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഈ ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ വോയിസ് കമാൻഡ് വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നാവിഗേഷൻ, വെതർ അപ്ഡേറ്റ്സ്, മെസ്സേജ്, പിന്നെ ന്യൂസ് അപ്ഡേറ്റ്സ്, അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റുമെന്നാണ് TVS പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഫീച്ചർ ലോഡഡാണ് ഈ വണ്ടി. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ് ഇതിന് കൊടുത്തേക്കണം. നമുക്ക് കാണാതെ ഫ്രണ്ട് മാസ്റ്റർ സിലിണ്ടർ ഇവിടെ ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഈ മെനു ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് A ട്രിപ്പ് B എല്ലാം നമ്മൾ ടോഗിൾ ചെയ്യണം കേട്ടോ. ആൾ എന്തുകൊണ്ട് 125 എടുക്കണമെന്ന് ഞാൻ പറയുന്നത്, ഒരു 100cc നോക്കുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഫൺ ടു റൈഡ്, കുറച്ചും കൂടെ പവർഫുൾ വെഹിക്കിൾ വിത്ത് ലോട്ട്സ് ഓഫ് ഫീച്ചേഴ്സ് ആൻഡ് ലുക്സ് നോക്കുവാണെങ്കിൽ ഞാൻ ഈ റൈഡർ 125 എന്തായാലും റെക്കമെൻഡ്
റെക്കമെൻഡ് ചെയ്യും. കാര്യം കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഈ വണ്ടി യൂസ് ചെയ്യണ, ഞാൻ ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെയധികം ഹാപ്പിയാണ്. അവർക്ക് നല്ല മൈലേജും കിട്ടുന്നുണ്ട്. 60+ മൈലേജ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മൈലേജ് ടെസ്റ്റ് വീഡിയോ സെപ്പറേറ്റ് ഇതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു ഓവറോൾ വീഡിയോ ഇട്ടാണ് കാര്യം. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത് എങ്ങനെയാണ് മൈലേജ് ചെക്ക് ചെയ്യണം, എങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യണമെന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടുന്നുണ്ട്. ആവറേജ് മൈലേജ് നമ്മളൊരു 5th ഗിയർ ഒരു 60-70, ഇതിൻ്റെ 60-70 ആണ് ഇതിൻ്റെ ബെസ്റ്റ് ക്രൂസിങ് സ്പീഡ് കേട്ടോ. ആ ഒരു 60-70 പോവുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് 60 എബവ് ഈ വണ്ടിക്ക് മൈലേജ് എന്തായാലും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഭയങ്കര ഈസിയാണ് ഈ വണ്ടിക്ക് മൈലേജ്. 5th ഗിയർ ഇട്ട് നമ്മളിങ്ങനെ ക്രൂസ് ചെയ്ത് പോകുകയാണെങ്കിൽ സിറ്റിക്കകത്ത് ഓടിച്ച്, ഇതിപ്പോൾ എല്ലാ ഓടിക്കലും ടെസ്റ്റിങ്ങും കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോഴും മൈലേജ് ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. 171 കിലോമീറ്റർ ഓടി, ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നോക്കണം. 10 ലിറ്ററിനാണ് ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. കണ്ടോ, സ്മാർട്ട് എക്സ് കണക്ട്, ടി വി എസിൻ്റെ സ്മാർട്ട് എക്സ് കണക്ട് വെച്ച് നമുക്ക് കണക്ട് ചെയ്താൽ നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് കാണാം. മീറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിളാണ്. വലിയ മീറ്റർ ആണെങ്കിൽ നല്ല വിസിബിൾ ആയിട്ടുള്ളതാണ്. ഇതിനെപ്പറ്റി പറയാൻ പോയാൽ ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിറ്റി കമ്മ്യൂട്ടർ എന്നുള്ള രീതിയിൽ ഞാൻ ഫുൾ ടൈം ഈ വണ്ടിയിൽ തന്നെ. സൗണ്ട് ആയാലും നല്ല രസമാണ് വണ്ടിയുടെ. പിന്നെ ഇതിൻ്റെ വേറൊരു ബ്രേക്കിംഗ് ടെക്നോളജിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാക്ക് ബ്രേക്ക് ചവിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ആവും. ഇതിൻ്റെ അകത്തൊരു സാധനമുണ്ട് കേട്ടോ. അതായത് അകത്തൊരു ഇത് കണ്ടോ, അത് മൂവ് ചെയ്യണുണ്ടോ? ആ മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ബാക്ക് ബ്രേക്ക് ഔട്ടുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിലും ഒരു ചെറിയൊരു ശതമാനം ബ്രേക്കിംഗ് അപ്ലൈ ആവുന്നുണ്ട്. അപ്പോൾ അതിനാണ് ആ ഒരു സെറ്റപ്പ്. അവരുടെ സിങ്ക്രണൈസ് ബ്രേക്കിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി അവരിൻ്റെ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കിൽ സ്വിച്ച് അല്ല, പവർ മോഡാണ്. ഈ ഇപ്പോൾ എക്കോയിലാണ്. അപ്പോൾ പവർ ഇടുമ്പോൾ നിങ്ങൾ കണ്ടോ, പവർ മോഡിലേക്ക് മാറി. ആ ഒരു വ്യത്യാസം കണ്ടോ? പവർ മോഡിലേക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ RPM ലോക്കാണ്. പിന്നെ ചെറിയൊരു പെർഫോമൻസിലെ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം 8000 RPM വരെയാണ് നമ്മുടെ എക്കോ മോഡിൽ പോവുള്ളൂ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എക്കോ അല്ലേ 3rd കണ്ടോ 8000 ലോക്കാണ്. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ ഇടുവാണെങ്കിൽ ഞാനിപ്പോൾ 2nd ഗിയർ തന്നെ പിടിക്കാം. എന്നിട്ട് കണ്ടോ 9500 RPM വരെ പവർ മോഡിൽ പോയിട്ടോ. അപ്പോൾ അതാണ് പവർ മോഡും എക്കോ മോഡിലെയും വ്യത്യാസം. പവർ മോഡ് കൂടുതലും എനിക്ക് ആവശ്യം എന്ന് തോന്നിയ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ പുഷ് ചെയ്ത് ഓടിക്കാൻ അതിനൊക്കെയാണ് ഞാൻ കൂടുതലും. സിറ്റിയിലൊക്കെ ഓടിച്ചപ്പോൾ ഫുൾ എക്കോ മോഡിലായിരുന്നു ഇട്ട് ഓടിച്ചത്. നമ്മൾ ഫുൾ മഴയത്തൊക്കെ ഓടിച്ചു. എനിക്കിതിൻ്റെ ടയർ മാത്രം അത്ര ഇഷ്ടപ്പെട്ടില്ല. ടയർ വെറ്റ് കണ്ടീഷനിൽ ഭയങ്കര ഷോക്കാണ്. അല്ലാത്ത ഡ്രൈ കണ്ടീഷനിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ വെറ്റ് കണ്ടീഷനിൽ ടയർ അത്ര സുഖമില്ല. പിന്നെ ഇതിന് സൈലൻറ്റ് സ്റ്റാർട്ട് ഫീച്ചറും കൂടി ഉണ്ട്. അത് ഞാൻ നിർത്തിയിട്ട് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നിങ്ങളുടെ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് ആ സൈലൻറ്റ് സ്റ്റാർട്ട് ഫീച്ചർ. ആൻഡ് ക്ലച്ച് വീൽ ആൻഡ് ഗിയർ ബോക്സ് ഒക്കെ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര പ്രിസൈസാണ് ഗിയർ ബോക്സ് ഒക്കെ. എല്ലാ ഗിയറും ഭയങ്കര സ്മൂത്തായിട്ട് വീണ്ടാലും നമുക്കൊരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്യില്ല. ആൻഡ് ബാക്കിലത്തെ സസ്പെൻഷൻ നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആണ്. റിയർ മോണോഷോക്കാണ്, ഫ്രണ്ട് ടെലിസ്കോപ്പിക്കും. അപ്പോൾ ബാക്കിലത്തെ സസ്പെൻഷൻ നമുക്ക് ചെറുതായിട്ട് നമുക്ക് വേണേൽ ടൈറ്റ് ഹാർഡോ സോഫ്റ്റോ ആക്കാം. നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പോൾ ഇതിലുള്ള സെറ്റിങ്സ് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല ഈസി ആയിട്ട് എല്ലാ ബംസും കാര്യങ്ങളും ഇത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് വണ്ടിയുടെ 0 to 100 ഞാൻ ചെക്ക് ചെയ്യാനുള്ള 125cc 100 ചെക്ക് ചെയ്യിപ്പിക്കണം. ഒരു വധക്കേസാണ് സത്യം പറഞ്ഞാൽ. വണ്ടീനെ വെറുതെ നമ്മളിട്ട് വലിപ്പിക്കണമെങ്കിൽ നമുക്ക് 0 to 80 ചെയ്യാം. ഇത് കമ്പനി പറയണത് 0 to 60 in 5.9 seconds എന്നാണ് പറയണത്. അത് നമുക്ക് നോക്കാം എത്ര നേരം കൊണ്ട് വണ്ടി എത്തും എന്നുള്ള കാര്യം കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക് ദ 0 to 100. 0 to 80, sorry, not 100. 3, 2, 1, go. ഓക്കെ അപ്പോൾ കണ്ടോ 0 to 60 ഒക്കെ പെട്ടെന്ന് കയറുന്നുണ്ട് കേട്ടോ വണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പവർ മോഡിലിടുമ്പോൾ RPM കൂടുന്നല്ലാണ്ട് അത്ര പവറിൽ എനിക്കൊരു വ്യത്യാസം തോന്നണില്ല. ബട്ട് അവർ പറയണ എക്കോ മോഡിലിട്ട് ഓടിക്കുമ്പോഴാണ് ബെറ്റർ മൈലേജ് കിട്ടുന്നതെന്നാണ് നമ്മുടെ TVS ക്ലെയിം ചെയ്യണേ. സോ യെസ്, അതാണ് നമ്മുടെ വണ്ടിയുടെ 0 to 80 സ്പീഡ് നോക്കാൻ പോയാൽ. ഈ ക്രൂസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് 60-70 വണ്ടി ക്രൂസ് ചെയ്ത് പോവാം. 80 ഒക്കെ എടുക്കാം. വൈബ്രേഷൻ ഒന്നും അങ്ങനെ അറിയാനുള്ള, വളരെ ലൈറ്റായിട്ട് ഹൈ RPM കയറുമ്പോൾ മാത്രമേ നമുക്ക് വൈബ്രേഷൻസ് അറിയുന്നുള്ളൂ. വണ്ടിയുടെ സർവീസ് ഇൻ്റർവൽ എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് സർവീസ് 500 to 700 കിലോമീറ്റേഴ്സ്, പിന്നെ നമുക്ക് 3000 കിലോമീറ്റർ, പിന്നെ 6000, പിന്നെ 9000, പിന്നെ 12000. അങ്ങനെയാണ് സർവീസ് ഇൻ്റർവെൽസ് വന്നത് വണ്ടിയുടെ. 6 months അങ്ങനെ ഒരു 3 months കൂടുമ്പോഴാണ് സർവീസ്
പ്രൈസ് ഇൻ്റർവെൽ വന്നത്. അത് കൂടാണ്ട് സർവീസ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 rupees ആ റേഞ്ചിൽ നിൽക്കേണ്ടതാണ് നമ്മുടെ 125ൻ്റെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ. സർവീസ് കോസ്റ്റ് എനിക്ക് കറക്റ്റ് അറിയില്ല. പാർട്സും എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത ഒരു റേറ്റിൽ തന്നെ നമുക്ക് TVSൻ്റെ ആയതുകൊണ്ട് പാർട്സൊക്കെ നമുക്ക് കിട്ടും. സോ യെസ്, അതൊക്കെ തന്നെ ആയിരുന്നു എനിക്ക് വണ്ടിനെ പറ്റി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാര്യങ്ങൾ. വണ്ടി ഓടിച്ചിട്ട് ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ് 125cc സെഗ്മെൻറ്റിൽ. ആലോചിക്കണം, ഈ ഒരു ലുക്ക് വെച്ച് ഒരു 150-160cc വണ്ടിയുടെ ലുക്കാണ് ഈ വണ്ടിക്കുള്ളത്. പക്ഷേ 125 ആണെന്ന് പെട്ടെന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ 125 ആണ്. പിന്നെ ഇത് ഓടിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇതൊരു 125 ആണെന്ന്. പക്ഷേ യെസ്, അത്യാവശ്യം പവർഫുള്ളാണ്, അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വണ്ടിയാണ്, നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഓടിക്കാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ TVS Raider 125. ആൻഡ് ഇതിന് കുറേ കളർ വേരിയൻസ് ഉണ്ട്. എല്ലാം അവരുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാം അറിയാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഏറ്റവും നിയറസ്റ്റ് ഷോറൂമോ അല്ലെങ്കിൽ TVSൻ്റെ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും കേട്ടോ. വണ്ടി എന്തൊക്കെയാണ്, ഏതൊക്കെ കളർ ഓപ്ഷൻസ് ആണ് വണ്ടിയിലുള്ളതെന്ന്. ഞാനൊന്ന് പൊക്കോട്ടെ. അതിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. തന്നെത്താനെ ഓഫാവും വണ്ടി ഒരു 3 to 4 seconds. ഇത്ര ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്കിലേക്ക് കൊണ്ട് നിർത്തി നമ്മളായിട്ട് ഓഫ് ചെയ്യേണ്ട. കിൽ സ്വിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മളായിട്ട് ഓഫ് ചെയ്യേണ്ട. അതിൻ്റെ ഒരു കുറവായിട്ട് വന്നിട്ട് കിൽ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ കുറവ് മാറ്റാൻ വേണ്ടി തന്നെ അവരിത് ഈ സാധനം കൊണ്ടുവന്നിട്ട് തന്നെത്താനെ വണ്ടി ഓഫാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് കൈവിടുന്നതാണ് കേട്ടോ. കണ്ടോ, വണ്ടി സ്റ്റാർട്ടായി. നമ്മൾ സ്കൂട്ടറിലൊക്കെ കുറേ വണ്ടിക്ക് ഉണ്ട് P-Tech. അപ്പോൾ ആ ടെക്ക് നമുക്ക് ഇതിനകത്തും കാണാൻ പറ്റും. CC സെഗ്മെൻറ്റിൽ ഒരു അടിപൊളി വണ്ടി തന്നെ പറയാം. പെർഫോമൻസ്, കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അഡ്വാൻസ് ഫീച്ചേഴ്സ്, നല്ല മൈലേജ്, ലുക്സ്, എല്ലാ കാര്യത്തിലും ഒരു അടിപൊളി വണ്ടി തന്നെയാണ് നമ്മുടെ Raider 125. യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. ബെല്ലേക്ക് ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ വെള്ളിയിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം, മറ്റാരുമല്ല നിങ്ങളെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. ഇതുവഴി പോയാൽ വെള്ളം ചീറ്റുമോ? എൻ്റെ പൊന്നോ, അറിയാണ്ട് ഇതുവഴി വന്നത് ചേട്ടാ. ഞാൻ അപ്പുറത്ത് വഴി പൊക്കോളാം. ഇവിടെയും ചളി. ചളി മയം.